ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല അവന്മാരും. ഇതിനു മുമ്പ് ഈ ED സംഘത്തിന് നേരെ ആക്രമണം നടന്നത് ബംഗാളിലായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെ കിടക്കുന്നു എന്നുള്ളത് അറിയാവോ? ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല അവന്മാരും. അതുപോലെ അതിനുശേഷം ED-ക്കെതിരെ, ഈ ED സംഘത്തിനെതിരെ ബംഗാളിൽ ആക്രമണം നടന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ BJP അധികാരത്തിൽ വന്നു. കാര്യം CPM-ന് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും മുട്ട എറിയാനും ഒരൊറ്റ കുഞ്ഞിനെ അവർക്ക് കിട്ടില്ല. എറിയാൻ പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ ജന്മം കോഞ്ഞാണ്ടയായി പോകും ഈ ഇത്ര എണ്ണത്തിൻ്റെയും. ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുകയും മുട്ട എറിയുകയും ചെയ്യുന്ന പോലല്ല ഈ കേസ് വരാൻ പോകുന്നത്. അത് ഇനിയും വരും ദിനങ്ങളിൽ കാണാൻ പോകുന്ന പൂരം നമുക്ക് അന്നേരം. പ്രസാദിന്റെ ഭീഷണിയൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വേണ്ട. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും വലിയ ചരിത്രമുള്ളതാണ്. അതുകൊണ്ട് ഷാബു പ്രസാദിന്റെ ഭീഷണി തൽക്കാലം വേണ്ട. അത് മാത്രമേ ഷാബു പ്രസാദിനോട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുമ്പോൾ മനങ്ങാതിരുന്നോളാം കേട്ടോ. ഭീഷണി നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭീഷണി ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കുക. നിങ്ങൾ ആരാണ് ഭീഷണിപ്പെടുത്താൻ? നിങ്ങളൊന്നും അല്ല. നിങ്ങളൊന്നും ഭീഷണിപ്പെടുത്തണ്ട. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരം മിണ്ടിയിട്ടില്ലടോ. മനസ്സിലായില്ലേ പറയുന്നത്? ഇവരെ CPM 100% അവർ ശ്രമിച്ചത് കൂത്തുപറമ്പ് മോഡലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. അതായത് കേന്ദ്രസേന അവിടെ AK-47 പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ വെടിവെക്കും. കാര്യം ഇത്രയും വലിയൊരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വെടിവെക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവർ ഈ ആക്രമണം നടത്തിയത്. വെടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 തീരും. പിന്നെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഇപ്പം ഞാൻ സംശയിക്കുന്നു സർക്കാരിന് വേണ്ടിയിരുന്നതും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാര്യം ഇങ്ങനെ ഒരക്രമം നടന്ന് അവിടെ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിലൂടെ CPM ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ വലിയ പബ്ലിക്കിന്റെ ഇടയിലുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് ജനങ്ങളുടെ ഇടയ്ക്കും പാർട്ടിക്കുള്ളിലുമുള്ള വലിയ വലിയ ഇഷ്യൂസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും അത് ചൊല്ലിപ്പൊലിയാൻ. കാര്യം ഇങ്ങനെ ഈ സ്വന്തം പാർട്ടിക്കാരെ ബലി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള മുതലെടുപ്പുകൾ നടത്തുന്നതിൻ്റെ അകത്ത് CPM വളരെ പ്രസിദ്ധമാണ്. പിന്നെ അവരുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട് പിരിവ് നടത്തുക, കോടിക്കണക്കിന് രൂപയുടെ പിരിവ് നടത്തുക, അതിൽ നിന്ന് കൊള്ളയടിക്കുക.